പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സുകളിൽ ഒന്നാമത്തേത് ബെക്കി ലഞ്ചിനെ സംബന്ധിച്ചാണ്. ബെക്കി ലഞ്ച് നിലവിൽ WWE ആക്റ്റീവ് അല്ല. ബെക്കി ലഞ്ചും WWE തമ്മിലുള്ള കോൺട്രാക്റ്റ് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ബെക്കി ലഞ്ച് ഇക്കഴിഞ്ഞ ദിവസം ഒരു പബ്ലിക് അപ്പിയറൻസ് നടത്തി. ആ പബ്ലിക് അപ്പിയറൻസിനിടയിൽ ബെക്കി ലഞ്ച് ഒരു കാര്യത്തെ സംബന്ധിച്ച് അഡ്രസ്സ് ചെയ്തു. അതായത് റിട്ടയർമെൻറ്റിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ബെക്കി ലഞ്ച് നൽകുന്നത് ഡൊമിനിക് മിസ്റ്റീരിയോ തൻ്റെ മുഖത്തേക്ക് ആ സ്റ്റീൽ ഡോർ കൊണ്ട് ആക്രമിച്ചതിനോട് അതിനുള്ള ഒരു പ്രതികാരം ചെയ്യാതെ താൻ ഈ റിങ് വിട്ടു പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നുള്ളതാണ് ബെക്കി തിരിച്ചു ചോദിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ബെക്കി ലഞ്ച് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കാൻ ഇപ്പോൾ ഈ അടുത്തൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. കൂടാതെ WWE തിരിച്ചറിവ് ബെക്കി ലഞ്ച് ഉടനെ നടത്തും. അതും ലിവ് മോർഗൻ, ഡൊമിനിക് മിസ്റ്റീരിയോ ജഡ്ജ്മെൻറ്റ് ഡേക്കെതിരെയുള്ള സ്റ്റോറി ലൈനിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും ആ ഒരു റിട്ടേൺ ബെക്കി ലഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുക എന്നുള്ളതും കൂടി ബെക്കിയുടെ ഈ ഒരു അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് അലക്സ ബ്ലിസിനെ സംബന്ധിച്ചുള്ളതാണ്. മുൻ വുമൻസ് ഡിവിഷൻ്റെ ചെയർമാനായിരുന്ന അലക്സ ബ്ലിസിൻ്റെ തിരിച്ചുവരവിന് ലക്ഷക്കണക്കിന് ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. കാരണം വൈറ്റ് 6ൻ്റെ സ്റ്റോറി റോ എപ്പിസോഡിൽ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അലക്സ ബ്ലിസും കൂടി ഉൾപ്പെടണം എന്നുള്ളതാണ് പലരും പങ്കുവെക്കുന്നത്. കാരണം പ്രൈവേറ്റും അലക്സ ബ്ലിസും എന്നുള്ള ഒരു സ്റ്റോറി കണക്ഷൻ തന്നെയാണ് അലക്സ ബ്ലിസ് വൈറ്റ് 6ൻ്റെ കൂടെ ചേരണം എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് ആരാധകർ എത്താനുള്ള കാരണം. നിലവിൽ സോഷ്യൽ മീഡിയയിൽ അലക്സ ബ്ലിസ് വളരെ ആക്റ്റീവാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന പല പോസ്റ്റുകൾക്കും അലക്സ ബ്ലിസ് മറുപടി കൊടുക്കാറുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായി അലക്സ ബ്ലിസ് കൊടുക്കുന്ന മറുപടിയിൽ ആ പോസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അലക്സ ബ്ലിസിനെ നേരിടേണ്ടി വന്ന ചില ഹെൽത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചായിരുന്നു. അതിനുള്ളൊരു മറുപടി തനിക്ക് ഇതെല്ലാം മുൻപ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, താൻ 100% ഹെൽത്തിൽ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. താൻ റിക്കവറി ആയിരിക്കുന്നു എന്നുള്ളത് അലക്സ ബ്ലിസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ താരം റിങ്ങിലേക്ക് തിരിച്ചു വരാൻ ഒരുക്കമാണ് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ ഡയറക്റ്റായി അലക്സ ബ്ലിസ് പറയുന്നത്. അപ്പോൾ ഒരു റിട്ടേൺ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്. 2025 റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ അലക്സ ബ്ലിസിൻ്റെ ഒരു തിരിച്ചറിവ് റോയൽ റംബിളിൽ നടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. അവസാനമായി പങ്കുവെക്കാനുള്ളത് OG ബ്ലഡ് ലൈനിൽ റോമൻ റീൻസിൻ്റെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൽ ആരായിരിക്കും 5ാമത്തെ മെമ്പർ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ വലിയ രീതിയിൽ സ്റ്റോറി ലൈൻ പ്രകാരമായി സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചകൾക്കുള്ള ഏകദേശം ഉത്തരം എന്നോണം PW ഇൻസൈഡർ ലേറ്റസ്റ്റായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത CM പങ്ക് ആയിരിക്കും 5ാമത്തെ മെമ്പർ എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് CM പങ്ക് വരുന്നു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കുറച്ച് ദിവസം മുൻപത്തെ ഒരു അപ്ഡേറ്റ് വീഡിയോയിൽ ഞാൻ പങ്കുവച്ചതാണ്. ആ ഒരു തിയറിയാണ് ശരിക്കും CM പങ്ക് ഈ ഗ്രൂപ്പിലേക്ക് വരാനുള്ള ഒരു മുഖ്യ കാരണം. CM പങ്കും പോൾ ഹേമനും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി, ഇവർക്ക് തമ്മിലുള്ള ആ ഒരു ഹിസ്റ്ററി, അങ്ങനെയായിരിക്കും മെൻസ് വാർ ഗെയിംസ് മത്സരത്തിലേക്ക് പോൾ ഹേമൻ CM പങ്കിനെ കൊണ്ടുവരുന്നത് എന്നാണ് നമുക്ക് PW ഇൻസൈഡറിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ മറ്റൊരു സ്റ്റോറി അപ്ഡേറ്റും കൂടി പങ്കുവെക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, സെത്ത് റോളിൻസ് എന്തായാലും ഇപ്പോൾ റോമൻ റീൻസിൻ്റെ കൂടെ നിന്നുകൊണ്ട് പോരാടാൻ താല്പര്യമില്ല എന്നുള്ളത് അറിയിച്ചത് കൊണ്ട് തന്നെ സെത്തിൻ്റെ മറ്റൊരു നിലവിലെ ഏറ്റവും കടുത്ത ശത്രുക്കളിൽ ഒരാളാണ് CM പങ്ക് റോമൻ റീൻസിൻ്റെ കൂടെ നിന്ന് സോളോ സിക്കോവയുടെ ബ്ലഡ് ലൈനെതിരെ പോരാടുമ്പോൾ അത് എരിതീരിൽ എണ്ണ ഒഴിക്കുക എന്നുള്ള പറഞ്ഞ ഒരു സിറ്റുവേഷനാണ്. സെത്തിന് പങ്കിനോടുള്ള ആ ഒരു ശത്രുത വീണ്ടും വർദ്ധിക്കും. അവരുടെ ആ ഒരു ഫ്യൂഡിനെ കുറച്ചും കൂടി ഹീറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു കാരണം കൂടി മുൻനിർത്തിക്കൊണ്ട് സെത്തും പങ്കും തമ്മിലുള്ള സ്റ്റോറിക്ക് ഒന്നും കൂടി പ്രാധാന്യം കൊടുക്കാനും സാധിക്കും. സ്റ്റോറിക്ക് ഒരു ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷനും കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചൂണ്ടി നോക്കുകയാണെങ്കിൽ CM പങ്ക് ബ്ലഡ് ലൈനിലെ 5ാമത്തെ മെമ്പറായിട്ട്, അതായത് ബ്ലഡ് ലൈനിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് മെൻസ് വാർ ഗെയിംസ് മത്സരത്തിൻ്റെ 5ാമത്തെ മെമ്പറായിക്കൊണ്ട് വരാനും മത്സരത്തിൽ പങ്കെടുക്കാനും സാധ്യതകൾ കൂടുതലാണ്. PW ഇൻസൈഡറിൻ്റെ റിപ്പോർട്ടും ഇങ്ങനെ തന്നെയാണ്. ഇനി ഈ സ്റ്റോറി ലൈനെ സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.